നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി ചർച്ച ചെയ്യുന്നതോടൊപ്പം പി വി അൻവറിനെ പോലെ മുൻ എം എൽ എ ആയിട്ട് സ്വതന്ത്രനായി മത്സരിച്ച് പക്ഷേ പി വി അൻവറിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിജയം കൈവരിച്ച ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ ചർച്ചയിൽ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടിട്ട് രണ്ട് മുന്നണികളെയും വെല്ലുവിളിച്ച് മത്സരരംഗത്തേക്ക് വന്ന മുൻ എം എൽ എമാരായിട്ടുള്ള പി സി ജോർജ്, അദ്ദേഹം പൂഞ്ഞാറിലാണ് മത്സരിച്ച് ജയിച്ചത്. 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആദ്യവട്ടം ജയിച്ചു. പക്ഷേ രണ്ടാം വട്ടം മത്സരിച്ചപ്പോൾ 41,000-ൽ പരം വോട്ടുകൾക്ക് അദ്ദേഹം തോൽക്കുകയാണ് ഉണ്ടായത്. പിന്നെ കഴക്കൂട്ടത്ത് എം എ വാഹിദ് എം എൽ എ ആയിരുന്ന സമയത്ത് അദ്ദേഹവും ഇതേപോലെ രണ്ട് മുന്നണികളെയും വെല്ലുവിളിച്ച് മത്സരത്തിന് വന്നു. അദ്ദേഹം അവിടെ ജയിച്ചു. പാറശാലയിൽ സുന്ദരൻ നാടാർ, അദ്ദേഹവും മുൻ എം എൽ എ ആയിരുന്നു. രണ്ട് മുന്നണികളെയും വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് മത്സരിച്ചു. ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അദ്ദേഹത്തിന് വൻ വിജയം നൽകി. പറഞ്ഞു വരുന്നത്, മുൻ എം എൽ എമാരായിരുന്നു രണ്ട് മുന്നണികളെയും വെല്ലുവിളിച്ച് അവരുടെ വികസനങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ ആ മണ്ഡലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും അക്കമിട്ട് നിരത്തി ചൂണ്ടിക്കാണിച്ച് വിജയം കൈവരിച്ച എം എൽ എമാരുടെ കഥകളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിലമ്പൂരിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടിൻ്റെ 11.23% മാത്രം ലഭിച്ച പി വി അൻവറിന് തൻ്റെ 9 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞിട്ടും അവിടെ വിജയം നേടാൻ ആയില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചത് മുതൽ പി വി അൻവർ കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് UDFൻ്റെയും ശത്രുവാണ്. പി വി അൻവർ ഇടതുപക്ഷത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ഘട്ടത്തിൽ അൻവറിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ UDFും പ്രത്യേകിച്ച് കോൺഗ്രസുമാണ് ആവശ്യപ്പെട്ടത് എന്ന് ഈ അടുത്ത കാലത്താണ് അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത്. അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ പ്രസ്താവനകൾ നടത്തുകയും അൻവറിൻ്റെ രാഷ്ട്രീയ പിന്നീടുള്ള കാലഘട്ടങ്ങളിലൊന്നും ആ പ്രസ്താവനകൾക്ക് വലിയ വിലയില്ല എന്ന് തെളിയുന്നതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ജീവിതമാണ് അൻവറിനുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും LDFിലായിരുന്ന ഘട്ടത്തിൽ UDFൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെതിരെ നിയമസഭയ്ക്കകത്ത് ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് അൻവർ. പക്ഷേ ആ അൻവറിന് താനെടുത്ത നിലപാട് വേറൊരാളുടെ ചട്ടുകമായി പ്രവർത്തിച്ചതാണ് എന്ന് പിന്നീട് പറയേണ്ടി വരുമ്പോൾ സ്വന്തം നിലയിൽ അദ്ദേഹത്തിന് എന്ത് വ്യക്തിത്വമുണ്ട് എന്ന ചോദ്യം അതിനുശേഷം പലരും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ ഉന്നയിച്ചൊരു കാര്യമാണ്. പി വി അൻവർ നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ വരുന്നൊരു സാഹചര്യം വന്നപ്പം, അതായത് അദ്ദേഹം തന്നെ MLA സ്ഥാനം രാജിവെച്ച് ബൈ ഇലക്ഷന് വേണ്ടി നിലമ്പൂർ എന്ന മണ്ഡലത്തെ ഒരുക്കിയെടുക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഒരു ധാരണയുണ്ടായിരുന്നു UDF പ്രവേശനം എന്നുള്ളത്. പക്ഷേ അൻവർ പല വാതിലുകളും പല വഴിക്ക് മുട്ടി നോക്കി. അൻവർ ഇടതുപക്ഷത്തിൽ നിന്ന് മാറി സ്വതന്ത്രനായി നിന്ന് MLA സ്ഥാനമൊക്കെ രാജിവെച്ചതിന് ശേഷം മുസ്ലിം ലീഗിൻ്റെ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കാൻ തുടങ്ങി. മുസ്ലിം ലീഗ് നേതാക്കളുമായിട്ട് വളരെ അടുപ്പം സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക നേതാക്കളുമായിട്ട് അത്രയ്ക്ക് വലിയ അടുപ്പമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പകരം കുറച്ച് യുവ നേതാക്കളും അൻവറിനോട് അടുത്ത് ബന്ധമുള്ള കുറച്ച് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയകാര്യ നേതാക്കന്മാർക്കും മാത്രമാണ് അൻവറുമായിട്ട് അടുപ്പവും അൻവറിനെ UDFിലേക്ക് അടുപ്പിക്കണം എന്നൊരു ചിന്തയും ഉണ്ടായത്. കോൺഗ്രസിനകത്തായിക്കോട്ടെ KPCC പ്രസിഡൻ്റായ സണ്ണി ജോസഫിനും മുൻ KPCC പ്രസിഡൻ്റായിട്ടുള്ള K സുധാകരനും അൻവറിനോടൊരു മൃദു സമീപനമാണ്. അൻവർ വന്നാൽ കൊള്ളാം, കുഴപ്പമില്ല, നിലമ്പൂരിൽ അൻവറിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. പക്ഷേ അൻവറിൻ്റെ ഓരോ ചെയ്തികളും, അതായത് നിലപാടില്ലാത്ത പ്രവൃത്തികളും എല്ലാം കണക്ക് കൂട്ടി VD സതീശൻ എന്ന കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവിന് പക്ഷേ അൻവറിനോട് അത്ര വലിയ അടുപ്പമൊന്നുമില്ല. കാരണം നിയമസഭയ്ക്ക് അകത്തും പുറത്തും LDFിലായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ അൻവറിൻ്റെ കണ്ണിലെ കരടായിരുന്നു VD സതീശൻ. അൻവറിന് VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിനോട് അത്ര വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു മൃദു സമീപനവുമില്ല. അതുതന്നെയാണ് അൻവർ ഒറ്റയാനായി നിൽക്കുന്ന സമയത്തും VD സതീശൻ തിരിച്ചു കൊടുത്തത്. അൻവറിൻ്റെ UDF പ്രവേശനത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത പ്രധാനപ്പെട്ട ഒരാൾ VD സതീശനാണ്. മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് പോലും അദ്ദേഹത്തോട് ഒരു മൃദു സമീപനമുണ്ടായിരുന്നു. അൻവർ വന്നാൽ കൊള്ളാം, കുറച്ച് വോട്ടുകൾ കൂടുതൽ കിട്ടും എന്ന ഒരു സമീപനമാണ്. പക്ഷേ അൻവറിൻ്റെ വോട്ട് കൊണ്ട് ജയിക്കേണ്ട, ആര്യാടൻ ഷൗക്കത്തിൻ്റെ മികവ് കൊണ്ടും മുസ്ലിം ലീഗിൻ്റെ കൃത്യമായ ഗ്രൗണ്ട് വർക്ക് കൊണ്ടും നമുക്ക് ജയിക്കാൻ സാധിക്കും എന്ന് UDFിനെ പറഞ്ഞ് മനസ്സിലാക്കിയത് VD സതീശനാണ്. അൻവർ പല വാതിലുകൾ മുട്ടി അവസാനവട്ടം സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമവും നടത്തി. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ ആദ്യഘട്ടം മുതലേ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് UDF വളരെ മേൽക്കോയ്മ നേടി നിലമ്പൂർ.
ആ ഘട്ടത്തിൽ അൻവർ നേരെ തിരിഞ്ഞു. അൻവറിൻ്റെ നിലപാടൊക്കെ മാറി. യു ഡി എഫിനെതിരായി ആര്യാടൻ ഷൗക്കത്തിനെതിരായി വി ഡി സതീശനെതിരായി വീണ്ടും പറയാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഇനി അൻവർ നിലമ്പൂരിൽ ജയിച്ചാലും യു ഡി എഫിനെതിരെയും വി ഡി സതീശനെതിരെയും ഇത്രയും ശക്തമായ നിലപാട്, അല്ലെങ്കിൽ ശക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുക എന്ന് പറയുന്നത് ഒരു അപ്രസക്തമായ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അൻവർ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശൻ്റെ അടുത്തും യു ഡി എഫിൻ്റെ അടുത്തും ഒരു ധാരണയ്ക്ക് തയ്യാറായിരുന്നു. അപ്പോൾ ഞാൻ യു ഡി എഫിലേക്ക് വരാം, വേണമെങ്കിൽ ബേപ്പൂരിൽ വരെ മത്സരിക്കാമെന്ന്. ബേപ്പൂരിൽ മത്സരിച്ച് ജയിച്ച് ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. ബേപ്പൂർ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച മണ്ഡലങ്ങളിലൊന്നാണ്. അവിടെ ഞാൻ മത്സരിക്കാം, ഞാൻ മത്സരിച്ച് റിയാസിനെ പരാജയപ്പെടുത്തി കാണിക്കാം എന്നാണ് പി വി അൻവർ പറഞ്ഞത്. പക്ഷേ അതും ഈ യു ഡി എഫ് ഇപ്പോൾ അംഗീകരിക്കാത്തൊരവസ്ഥയാണ്. ഞങ്ങൾക്ക് വേണ്ട പി വി അൻവറിനെ എന്നൊരു നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചത്, പ്രത്യേകിച്ച് വി ഡി സതീശൻ തന്നെ. അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലിനും എ പി അനിൽകുമാറിനും അൻവറിനോട് അത്ര വലിയ മതിപ്പൊന്നുമില്ല. അൻവർ ശരിയല്ല എന്നുള്ളത് അവർ പറയാൻ കാരണം, അല്ലെങ്കിൽ അവർക്ക് താല്പര്യക്കുറവുണ്ടാകാൻ കാരണം, എൽ ഡി എഫിൻ്റെ ഭാഗമായിരുന്ന പി വി അൻവർ ഈ രണ്ട് വ്യക്തികളോടും വളരെ ശക്തമായ ഭാഷയിൽ അവരെ എതിർത്ത് സംസാരിച്ചിട്ടുള്ളതാണ്. അവർക്കെതിരെ ആരോപണങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. വെറുതെ കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു AICC ജനറൽ സെക്രട്ടറി ഉണ്ട്, അത് കെ സി വേണുഗോപാലാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ശക്തമായ ഭാഷയിലാണ് അന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തിരുന്ന സമയത്ത് കെ സിയെ എതിർത്തത്. അതേ കെ സിയിലാണ് എനിക്ക് പ്രതീക്ഷ, ആ കെ സി വരും, എന്നെ യു ഡി എഫിലേക്ക് എടുക്കും എന്ന് പറഞ്ഞതും പി വി അൻവറാണ്. ഒരു വ്യക്തിയുടെ രണ്ട് നിലപാടുകൾ അകവും പുറവും എങ്ങനെയാണ് എന്ന് തുറന്നു കാണിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ പറഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം പി വി അൻവർ തന്നെയാണ്. പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ 2 MLA സ്ഥാനം, പ്രത്യേകിച്ച് 9 വർഷക്കാലം നൽകിയത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിനെ പിന്നിൽ നിന്ന് കുത്തിയിട്ടാണ് പി വി അൻവർ തൻ്റെ നിയമസഭാ അംഗം രാജിവെച്ചത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇടതുപക്ഷം ഒരാളെ വിശ്വസിച്ച് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ട് ഒരു മണ്ഡലം ഏൽപ്പിച്ച് ആ മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇടതുപക്ഷത്തെ ചവിട്ടി പുറത്താക്കിയിട്ട് ഒരാൾ തിരിച്ചു പോവുക, ഈ ഇടതുപക്ഷ അനുഭാവമുള്ള രാഷ്ട്രീയം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-നെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണത്. അൻവർ അവിടെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കുകൂട്ടിയാണ് ഈ M സ്വരാജിനെ നിലമ്പൂരിൽ മത്സരിപ്പിച്ചത്. M സ്വരാജ് അല്ല, വേറൊരു കാൻഡിഡേറ്റാണ് അവിടെ മത്സരിച്ചതെങ്കിൽ ഇപ്പോൾ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ഒരു 40,000-ലേക്കെങ്കിലും എത്തുമായിരുന്നു എന്നതാണ് വസ്തുത. CPM-ൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി, അതും ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ എതിർ സ്ഥാനാർത്ഥി ജയിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇൻ കേസ് അബദ്ധവശാലെങ്കിലും അൻവർ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് മത്സര രംഗത്തേക്ക് വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അൻവർ ജയിച്ച് കയറിയേനെ. അത് തെരഞ്ഞെടുപ്പിൽ ഈ LDF-ന് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായേനെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂഞ്ഞാറിൽ PC ജോർജും കഴക്കൂട്ടത്ത് വാഹിദും പാറശാലയിൽ സുന്ദരൻ നാടാരും ഒക്കെ മത്സരിച്ച് ജയിച്ചപ്പോൾ അതിനൊരു രാഷ്ട്രീയ ചിത്രമുണ്ടായിരുന്നു, അവർക്ക് നിലപാടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് PC ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ വെറും അപ്രസക്തനായ ഒരു നേതാവായിട്ട് അദ്ദേഹം മാറുകയാണ് ചെയ്തത്. PC ജോർജിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വായിലെ നാവ് കൊണ്ട് അദ്ദേഹത്തിനുണ്ടാക്കി കൊടുത്ത ശത്രുക്കളുടെ എണ്ണം ഒരുപാടാണ്. ആദ്യഘട്ടത്തിൽ 25,000 വോട്ടുകൾക്ക് പൂഞ്ഞാറിൽ ജയിച്ച PC ജോർജ് എന്തുകൊണ്ട് 41,000 വോട്ടുകളിൽ പരം ഭൂരിപക്ഷത്തിൽ അവിടെ തോൽക്കേണ്ടി വന്നു എന്നത് വലിയ ചർച്ചയാണ്. SDPI, മുസ്ലിം ലീഗ് തുടങ്ങി ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മുഴുവൻ ചീത്ത പറഞ്ഞും അവരെ എതിർത്തും ആണ് PC ജോർജ് അവിടെ പരാജയപ്പെട്ടത്. നിലമ്പൂരിലെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് നേടുന്നതിനപ്പുറത്തേക്ക് സാമുദായിക വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് പി വി അൻവർ മത്സര രംഗത്തേക്ക് വന്നത്. പക്ഷേ പി വി അൻവറിന് വലിയ പരാജയം നേരിടേണ്ടി വന്നു എന്നതാണ് വസ്തുത. രാഷ്ട്രീയ കേരളത്തിൽ രാഷ്ട്രീയ ചുറ്റുപാടുകൾക്കിടയിൽ പി വി അൻവർ എന്ന മുൻ ഇടതുപക്ഷ സഹയാത്രികൻ അപ്രസക്തനാകുന്നൊരു കാഴ്ച കൂടി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമ്മാനിച്ചിട്ടുണ്ട്. ഷമ്മി ഹീറോയാടാ എന്ന് പറയുമ്പോൾ ആ ഹീറോയ്ക്ക് ഇനി എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഹീറോ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇനി ഹീറോ എന്ത് ചെയ്യും എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ടതും പി വി അൻവറാണ്. പക്ഷേ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഇല്ലാതെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ പി വി അൻവർക്ക് എത്ര കാലം നിലനിന്ന് പോകാൻ സാധിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.